ഹലോ, ഇന്നൊരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഹോം ടൂർ ഇതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇതെങ്ങനെ ചെയ്യലെന്ന്. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് സിറ്റ് ഔട്ടിലേക്കാണ്. അപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്നും നേരെ ഡോറ് തുറന്നാൽ കാണാൻ പറ്റുന്നത് അവരുടെ ഡൈനിങ് ഹാളാണ്. ഈ ഡൈനിങ് ഹാൾ എത്തുന്നതിന് മുമ്പ് തന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് കയറി ചെല്ലുന്ന ഭാഗത്താണ് നമ്മുടെ ലിവിങ് ഏരിയ ഉള്ളത്. ലിവിങ് ഏരിയയിലുള്ള സോഫയൊക്കെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോഫയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് അവരുടെ TV യൂണിറ്റ് വരുന്നത്. TV യൂണിറ്റിൻ്റെ സൈഡിലായിട്ട് 2 ഷെൽഫുകൾ വെച്ചിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ഷെൽഫും ഒന്ന് ക്ലോസ്ഡും ആണ്. അത് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് അവരുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിൽ 6 സീറ്ററുള്ള ഒരു ടേബിളാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഡൈനിങ് ഏരിയയിൽ നിന്ന് അവരുടെ ലെഫ്റ്റ് ഭാഗത്തേക്ക് പോയാൽ കിച്ചണാണ്. അതുപോലെ തന്നെ റൈറ്റ് ഭാഗത്ത് 2 ബെഡ്റൂമാണ്. സ്റ്റെയറിൻ്റെ താഴെയായിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഏരിയ ഉണ്ട് കേട്ടോ. വാഷ് ഏരിയയുടെ തൊട്ടടുത്താണ് ആദ്യത്തെ ബെഡ്റൂം ഉള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് റൂമാണ്. ബെഡ് കോട്ടിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വാർഡ്രോബും അതുപോലെ തന്നെ ഒരു സീറ്ററും വരുന്നുണ്ട് വിൻഡോയുടെ അടുത്ത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ബെഡ്റൂമിൽ അവരൊരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ബാത്റൂം വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെഡ് കോട്ടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് അവരുടെ മിററും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. വിൻഡോയുടെ അടുത്ത് തന്നെയാണ് ബെഡും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ മനോഹരമായ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു നല്ല വലിയൊരു റൂം തന്നെയാണ് അവരുടെ ബെഡ്റൂം. ദെൻ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അവരുടെ ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയയിൽ നമ്മൾ നേരെ അപ്സ്റ്റേഴ്സിലേക്കാണ് കേട്ടോ പോകുന്നത്. മുകളിൽ 2 ബെഡ്റൂമും വിശാലമായിട്ടുള്ളൊരു ഹോളുമാണ് ഉള്ളത്. ആ ഹോളിൽ തന്നെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ സ്റ്റെയർ ഇറങ്ങി പോകുന്നത് കിച്ചണിലേക്കാണ്. കിച്ചണിൽ ഒരു 4 സീറ്റർ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് നാനോ മാർബിളാണ് അവർ കൗണ്ടർ ടോപ്പിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന് തൊട്ട് ചാരിയിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ മൈക്കൊക്കെ വെച്ച് ലാമിനേറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. മൈക്രോവേവ് ഓവനായിട്ട് അവർ സ്പെസിഫിക് ആയിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പുറത്തേക്കൊന്നും കാണില്ല. എയർ ഫ്രയറും കോഫി മെഷീനും ഒക്കെ കൗണ്ടർ ടോപ്പിൻ്റെ ഒരു സൈഡിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് അവരുടെ തയ്യൽ മെഷീനും വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ ലേഡീസ് ഡൈനിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് അവരുടെ കിച്ചണാണ്. കിച്ചണിൽ കാര്യമായിട്ടുള്ള കുക്കിങ്ങും സാധനങ്ങളുമാണ് അവർ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു സിങ്ക് ഒന്നുണ്ട്. സിങ്ക് ഡബിൾ സിങ്ക് ആണ് വെച്ചിട്ടുള്ളത്. അടുപ്പും കാര്യങ്ങളൊക്കെ അവരുടെ വർക്ക് ഏരിയയിലാണ് അവർ തയ്യാറാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് കാണിക്കുന്നതാണ് വർക്ക് ഏരിയ. വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. വിറകടുപ്പോട് കൂടിയ ഒരു വർക്ക് ഏരിയ തന്നെയാണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. വർക്ക് ഏരിയയിൽ തന്നെയാണ് വാഷിംഗ് മെഷീനും ഗ്യാസൊക്കെ ഉള്ളത്. പിന്നെ കാറ്റും വെളിച്ചൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വർക്ക് ഏരിയയിൽ ഗ്രില്ലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.